നിലപാട് പ്രഖ്യാപിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് ശക്തിപ്രകടനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 15-ാം തീയതി സമ്മേളനം നടത്താനാണ് ആലോചന. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തുവരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുന്നു. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും സജിയുടെ നിലപാടെന്ത്, രാഷ്ട്രീയ നിലപാടെന്ത് എന്ന് അറിയാൻ ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും എന്തായാലും ഒരു UDF അനുകൂല നിലപാടായിരിക്കില്ല സജി പ്രഖ്യാപിക്കുക എന്നത് വ്യക്തമാണ്. കാരണം UDFനൊപ്പം ഇനി ചേർന്നു പോകാനാകില്ല എന്ന് സജി പലതവണ ആവർത്തിച്ച് പറഞ്ഞു. അനുനയ നീക്കങ്ങൾ UDF നടത്തിയതും എല്ലാം പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഒരു UDF അനുകൂല നിലപാട് സജി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായും പിന്നെ കേരള കോൺഗ്രസ് എമ്മുമായി അവർ ക്ഷണിച്ച സാഹചര്യത്തിൽ ചേർന്നു പോകാനായിരിക്കും സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു LDF അനുകൂല നിലപാടായിരിക്കും സജി പ്രഖ്യാപിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 15-ാം തീയതി എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ആലോചനയിലുള്ളത്. പല നേതാക്കളും ഇനിയും അവിടെ നിന്ന് രാജിവെച്ച് പുറത്തു വരുമെന്നും സജി അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും സജിയുടെ അനുയായികളായ പലരും അവിടെ ആ നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റായ സമയത്തൊക്കെയും അല്ലാതെ മണി ഗ്രൂപ്പിൽ നിന്ന് വന്ന സമയത്തൊക്കെ എത്തിയവരുണ്ട്. അവരൊക്കെ വരും ദിവസങ്ങളിൽ രാജിവെക്കുക. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ രാജി തുടരുക. 15-ന് ഒരു ശക്തി പ്രകടനം, ഒരു ഹാളിൽ ഒരു വലിയ പരിപാടി നടത്തിക്കൊണ്ട് തനിക്കൊപ്പം ഇത്രയധികം പേർ വന്നു എന്ന് കാണിക്കുക. അങ്ങനെ ഫലത്തിൽ മോൻസ് ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കോട്ടയത്തെ തെരഞ്ഞെടുപ്പിന് ഒരു തിരിച്ചടി നൽകുക UDFന് എന്നുള്ളത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുക. എന്തായാലും ഇന്നലെ PC തോമസ് KM മാണിയുടെ വീട്ടിൽ പോയതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ഇന്ന് നിലപാട് വിശദീകരിക്കാൻ 12 മണിക്ക് PC തോമസ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. വ്യക്തിപരമായ സന്ദർശനം എന്നാണ് PC തോമസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ PC തോമസിനുണ്ട് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കോട്ടയത്ത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ തുടർച്ച തന്നെ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.